ഇന്ന് നമുക്ക് എത്ര സംഖ്യകളുണ്ട് എന്നത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നത് നോക്കാം. 3 വ്യത്യസ്ത ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഇത് LSS പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. USS പരീക്ഷയ്ക്കും NMMS പരീക്ഷയ്ക്കും PSC പരീക്ഷയ്ക്കുമൊക്കെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് എത്ര സംഖ്യകളുണ്ട് എന്നത് കണ്ടുപിടിക്കുക. അതിനുശേഷം തുക കാണുന്നതും മറ്റ് ക്രിയകൾ ചെയ്യുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാവും വലിയ പരീക്ഷയ്ക്കൊക്കെ ഉണ്ടാവുന്നത്. എന്തായാലും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആകെ എത്ര സംഖ്യകളുണ്ട്, അതിനുശേഷം എത്ര സംഖ്യകളുണ്ട് എന്നതൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ടാവും. അപ്പോൾ ആ തരത്തിലുള്ള ചോദ്യമാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ ആദ്യ കുട്ടിയുടെ പ്രവേശന നമ്പർ 2824 അവസാനത്തെ കുട്ടിയുടെ പ്രവേശന നമ്പർ 3106 ആണ് എങ്കിൽ ആ പരീക്ഷാ കേന്ദ്രത്തിൽ എത്ര കുട്ടികൾ പരീക്ഷ എഴുതുന്നു? ഇവിടെ 2824 മുതൽ 3106 വരെ എത്ര സംഖ്യകളുണ്ട് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ സംഖ്യകൾ എത്രയുണ്ട് എന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പരീക്ഷാ കേന്ദ്രത്തിൽ എത്ര കുട്ടികൾ പരീക്ഷ എഴുതുന്നു എന്ന ഉത്തരം കിട്ടും. ഈ കണക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അധികവും തെറ്റിക്കുന്നത് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് ഒരു സംഖ്യ നഷ്ടപ്പെട്ട് ഒന്ന് കുറവുള്ള ഒരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. അതിന് ഉദാഹരണമായി പറഞ്ഞാൽ 1 മുതൽ 10 വരെ എത്ര സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ എണ്ണിയിട്ട് 10 സംഖ്യകളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു ക്രിയ ചെയ്യുന്ന സമയത്ത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയായ 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 9 ആണ്. അതുകൊണ്ട് തന്നെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയല്ല കുറയ്ക്കേണ്ടത്, അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന സംഖ്യയാണ് കുറയ്ക്കേണ്ടത്. 10ൽ നിന്നും 0 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 10 തന്നെ ഉത്തരമായി കിട്ടുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള വലിയ സംഖ്യ 3106 ചെറിയ സംഖ്യ 2824 ഇപ്പോൾ 2824ൻ്റെ പുറകിൽ നിൽക്കുന്ന സംഖ്യയായിട്ടുള്ള 2823 കൊണ്ട് കുറയ്ക്കുകയാണെങ്കിൽ എത്ര സംഖ്യകളുണ്ട് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ 2 മുതൽ 4 വരെ എത്ര സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ൽ നിന്ന് 2 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സംഖ്യ 2 ആണ്. എന്നാൽ 2 മുതൽ 4 വരെ 2, 3, 4 എന്നിങ്ങനെ 3 സംഖ്യകളുണ്ട്. അപ്പോൾ 4ൽ നിന്നും 2ൻ്റെ പുറകിലുള്ള 1 കൊണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നതെങ്കിൽ കൃത്യമായി നമുക്ക് 3 എന്ന് ഉത്തരം കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ 3106ൽ നിന്ന് 2824ൻ്റെ പുറകിലുള്ള സംഖ്യയായ 2823 കൊണ്ട് കുറയ്ക്കുമ്പോൾ 283 കുട്ടികളാണ് ആ പരീക്ഷാ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം നോക്കാം. ജോണിൻ്റെ 28ാമത്തെ വയസ്സിൽ മകൾ പിറന്നു. ജോണിന് ഇപ്പോൾ 56 വയസ്സാണെങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇവിടെ 28ന് ശേഷം 56 വരെ എത്ര സംഖ്യകളുണ്ട് എന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മകളുടെ വയസ്സ് കണ്ടെത്താനാവും. 28 കഴിഞ്ഞ് 29 വരുന്ന സമയത്താണ് മകൾക്ക് 1 വയസ്സാവുന്നത്. അപ്പോൾ 28ന് ശേഷമുള്ള 56 വരെയുള്ള സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1ന് ശേഷം 10 വരെ എത്ര സംഖ്യകളുണ്ട് എന്ന് അറിയാൻ 10ൽ നിന്നും 1 കുറച്ചാൽ മതി. അതുപോലെ തന്നെ 2ന് ശേഷം 4 വരെ എത്ര സംഖ്യകളുണ്ട് എന്നത് കണ്ടുപിടിക്കാൻ 4ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് 2 ആണ് ഉത്തരം കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ 56ൽ നിന്ന് 28 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി കിട്ടുന്നത് 28 തന്നെയാണ്. ഇത് മീറ്റർ റീഡിങ്, അതുപോലെ തന്നെ കിലോമീറ്റർ, അതൊക്കെ പറയുന്നത് അതിന് ശേഷമുള്ള സംഖ്യകളാണ് വരുന്നത്. ഒരു വാഹനം യാത്ര തുടങ്ങുമ്പോൾ 50 കിലോമീറ്റർ കാണിച്ചു. പിന്നീട് യാത്ര കഴിഞ്ഞ സമയത്ത് 150 കിലോമീറ്ററാണ് മീറ്റർ റീഡിംഗായി കാണിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് എന്നറിയാൻ 150ൽ നിന്ന് 50 കുറച്ചാൽ മതി. അടുത്ത ചോദ്യം നോക്കാം.
അനുവിൻ്റെ കയ്യിൽ കുറച്ച് സംഖ്യാ കാർഡുകൾ ഉണ്ട്. അതിലെ സംഖ്യകൾ 5246-നും 5316-നും ഇടയിലുള്ള തുടർച്ചയായ സംഖ്യകളാണ് എങ്കിൽ അനുവിൻ്റെ കയ്യിൽ എത്ര സംഖ്യാ കാർഡുകൾ ഉണ്ട്? 5246-നും 5316-നും ഇടയിലുള്ള സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 1-നും 10-നും ഇടയിൽ എത്ര സംഖ്യകൾ എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു രീതിയിൽ ആ ചോദ്യത്തെ മാറ്റാം. 1-ന് ശേഷമുള്ള സംഖ്യ 2 ആണ്, 10-ൻ്റെ മുമ്പുള്ള സംഖ്യ 9 അപ്പോൾ 2 മുതൽ 9 വരെ എത്ര സംഖ്യകൾ എന്നത് കണ്ടുപിടിച്ചാലും ഉത്തരം ഒന്ന് തന്നെയാണ്. 1-നും 10-നും ഇടയിൽ എത്ര സംഖ്യകൾ എന്നതിന് തുല്യമാണ് 2 മുതൽ 9 വരെ എത്ര സംഖ്യകൾ എന്നത്. ഒരു സംഖ്യ മുതൽ മറ്റൊരു സംഖ്യ വരെ എത്ര സംഖ്യകൾ എന്ന് കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി കിട്ടിയതാണ്. നമുക്ക് ചെറിയ സംഖ്യയുടെ പിന്നിലുള്ള സംഖ്യ കൊണ്ടാണ് വലിയ സംഖ്യയെ കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ വലിയ സംഖ്യയായിട്ട് വരുന്നത് 9 9-ൽ നിന്ന് 1 കുറയ്ക്കുന്ന സമയത്ത് 8 സംഖ്യകളാണ് 1-നും 10-നും ഇടയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ 5246-നും 5316-നും ഇടയിൽ എത്ര സംഖ്യകൾ എന്ന് നോക്കുകയാണെങ്കിൽ 5247 മുതൽ 5315 വരെ എത്ര സംഖ്യകൾ എന്നത് നോക്കിയാൽ മതി. ഉത്തരം കിട്ടാനായി 5315-ൽ നിന്ന് 5246 കുറയ്ക്കുന്ന സമയത്ത് 69 സംഖ്യാ കാർഡുകളാണ് അനുവിൻ്റെ കയ്യിലുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങളും പോരായ്മകളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തി അറിയിക്കണേ.